അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദ കോളനീസ്, അവിടെ വരെ നമ്മൾ നോക്കി നിർത്തുന്നു. അതായത് ഏജ് ഓഫ് ടെക്സ്റ്റൈൽസ് വരെ നമ്മൾ നോക്കിയത്. ഇനി നമുക്കിത് നോക്കാനുള്ളത് നമ്മളിതുവരെ കണ്ടായിരുന്നു ഈ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന മെർച്ചൻസ് ഗിൽസി ഇവരെ ഓവർകം ചെയ്തുകൊണ്ട് പുതിയ കമ്പനീസും മറ്റ് ഇതൊക്കെ വന്നതായി നമ്മൾ കണ്ടു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് കമ്പനി ഇതൊക്കെ വന്ന് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അതായത് കച്ചവടത്തിന് വേണ്ടി വന്ന് പിന്നെ അവർ മോണോപ്പൊളി സ്ഥാപിച്ചെടുക്കുകയാണ്. പിന്നീട് നോക്കുന്ന സമയത്ത് ഈ കമ്പനീസ് അല്ലെങ്കിൽ ഇത്തരം കമ്പനീസ് ഇന്ത്യയിൽ വരികയും ഇവിടുത്തെ കച്ചവടത്തിന് മേലുള്ള ആധിപത്യം സ്ഥാപിച്ചെടുത്തതിന് ശേഷം നടന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഷോപ്സിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി, അവരുടെ ഡിമാൻഡ് കുറയാൻ തുടങ്ങി, ഇതുപോലെ കമ്പനികളുടെ ഡിമാൻഡ് കൂടാൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങൾ കണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ വീവേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കാര്യമാണെന്ന് നോക്കുമ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വീവേഴ്സിന് ഏറ്റവും കൂടുതൽ അവരുടെ ആ ഒരു അവസ്ഥ, അതിനുശേഷം ഉണ്ടായ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. വാട്ട് ഹാപ്പൻ ടു വീവേഴ്സ് എന്ന് സംഭവിക്കുന്നത്? അതായത് കൊളോണൈസേഷൻ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പവർ ആഫ്റ്റർ ദ 1760s. നമുക്കറിയാം 1600 സ്ഥാപിതമായ കമ്പനിയാണ്. 1611 ഇന്ത്യയിലെത്തിയതിന് ശേഷം സംഭവിക്കുന്നു, അവർ കച്ചവടത്തിന് വരുന്നു. പിന്നീട് പിന്നീട് അവർ 1757 അവർ ആധിപത്യം സ്ഥാപിച്ചെടുക്കും. അപ്പം 1757 ശേഷം ഇന്ത്യയിൽ പൂർണ്ണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് സ്ഥാപിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിന് മുമ്പൊരു കാര്യം നോക്കിയായിരുന്നു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതായത് വീവേഴ്സിൽ നിന്നും സാധനങ്ങൾ വാങ്ങി കമ്പനിക്ക് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ മാറ്റി കമ്പനി ഡയറക്റ്റായി വീവേഴ്സുമായിട്ട് ഡയറക്റ്റായിട്ടുള്ള ഇൻട്രാക്ഷൻ. അപ്പോൾ ഇത് The consolidation of East India Company power after the 1760s did not initially lead to the decline of textile exports from India. British cotton industries had not yet expanded, and Indian fine textiles were in great demand in Europe. So the company was keen to expanding textile exports from India. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഫാബ്രിക്സിന് കൂടുതൽ ഡിമാൻഡ് കൂടുതൽ ഏഷ്യയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാബ്രിക്സിന് ഡിമാൻഡ്സ് ഉള്ളതിൻ്റെ കാരണം, അത് ഇന്ത്യയിൽ നിന്നുള്ള ഫാബ്രിക്സ് തുണിത്തരങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലാണ് യൂറോപ്പിൽ, കാരണം ഹൈ ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുന്നതല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ ഡിമാൻഡ് കൂടിയതിൻ്റെ ഭാഗമായിട്ട് ആളിൽ നിന്ന് കൂടുതലായിട്ട് ഇവിടെ നിന്ന് സാധനം എടുക്കുന്നുണ്ട്. Before establishing political power in Bengal and Carnatic in the 1760s and 1770s, 1760-70 ആ ഒരു 10 വർഷ കാലങ്ങളിൽ ബംഗാളിൽ, അതായത് ഈ പറഞ്ഞ പോലെ നമ്മളെ പ്ലാസി യുദ്ധം അല്ലേ, അത് ഏതാണ് 1757 അല്ലേ, അതായത് ബംഗാൾ കീഴടക്കിക്കൊണ്ടാണ് അന്നത്തെ നവാബിനെ കീഴടക്കിക്കൊണ്ടാണ് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ബംഗാൾ കീഴടക്കുന്നത്. ബംഗാൾ അതിൻ്റെ കർണാടക ഭാഗങ്ങളൊക്കെ കീഴടക്കുന്ന ഒരു കാലഘട്ടം അല്ലേ. ബിഫോർ എസ്റ്റാബ്ലിഷിംഗ് പൊളിറ്റിക്കൽ പവർ ഇൻ ബംഗാൾ and Carnatic in the 1760s and 1770s, the East India Company had found it difficult to ensure the regular supply of goods for export. അല്ലേ, അപ്പോൾ ആ സമയത്ത് 70-60 കാലഘട്ടങ്ങളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചെറിയൊരു അവർ കൃത്യമായ സമയത്ത് അവർ ഉദ്ദേശിക്കുന്ന അത്രയും എമൗണ്ടിൽ ടെക്സ്റ്റൈൽസ് കിട്ടാൻ ഭയങ്കര പാടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദ ഫ്രഞ്ച്, ദ ഡച്ച്, പോർച്ചുഗീസ് ആസ് വെൽ ആസ് ദ ലോക്കൽ ട്രേഡേഴ്സ് compete in the market to secure ഓവർ ക്ലോസിൽ. അപ്പം ആ സമയത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമല്ല ഉണ്ടായിരുന്നത്. നമ്മൾ ഈ കർണാടക യുദ്ധങ്ങൾ എന്നിവിടെ കർണാട്ടിക് വാസ് എന്ന് പറഞ്ഞില്ലേ, ബംഗാൾ ആൻഡ് കർണാട്ടിക്. ഇപ്പോൾ ഈ കർണാട്ടിക് വാസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ആ സമയത്ത് കച്ചവടത്തിന് മേലെയുള്ള ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അന്ന് 4 വിദേശ ശക്തികളാണ് ഇന്ത്യ ഉള്ളത് അല്ലെ. 1500 ശേഷം 4 വിദേശ ശക്തികളാണ് ഇന്ത്യയിൽ എത്തുന്നത്. ആരൊക്കെ? ഫസ്റ്റ് ഡച്ച് വരുന്നു, പോർച്ചുഗീസ് വരുന്നു, പിന്നെ ആര് വരുന്നു, ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച്, ഡച്ച്, പോർച്ചുഗീസ്, ഏറ്റവും അവസാനം ആര്? ബ്രിട്ടീഷും വരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള യുദ്ധങ്ങളെയാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ കച്ചവടത്തിന് മേലുള്ള ആദ്യത്തെ സ്ഥാപികൾ യുദ്ധം നമ്മൾ കർണാട്ടിക് വാസ് എന്നാണ്. അപ്പോൾ നമ്മളത് ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് എന്താണ്, അതായത് ഈ പറഞ്ഞ പോലെ ഡച്ചും പോർച്ചുഗീസും ഫ്രഞ്ചും ഒക്കെ ഉള്ള ആ ഒരു കാരണത്തിനാൽ ഇവർ കോമ്പറ്റീഷൻ എന്നീ ലോക്കൽ മർച്ചൻസും ഉണ്ട്. ഇവർ തമ്മിലുള്ള ഈ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷിന് എന്ത് ചെയ്യും, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അന്ന് അവർക്ക് അവരുടെ ഡിമാൻഡിന് എത്രയാണ് ഡിമാൻഡ്, അതിനാവശ്യമായ രീതിയിലുള്ള ഫാബ്രിക്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, ഡച്ച്, ഫ്രഞ്ച്, പോർച്ചുഗീസ് ആസ് വെൽ ആസ് ദ ലോക്കൽ ട്രേഡേഴ്സ് കോമ്പീറ്റ് ടു മാർക്കറ്റ് ടു സെക്യൂർ ഓൺ ക്ലോസ് അല്ലേ and close. So the weavers and supply merchants could bargain and try selling the produce to
the best buyers. In their later in their letters back to London, company officials continuously complained of difficulties of supply and ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞത് നമുക്കറിയാം ഡിമാൻഡ് കൂടുതലുള്ള സാധനത്തിന് ബാർഗെയിനിങ് ഭയങ്കരമായിട്ട് നോക്കാം അല്ലേ. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇപ്പോൾ ഒരു വീവർ ഒരു മർച്ചൻ്റ് ഒരു വീവറുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഒരു നെയ്ത്തുകാരൻ്റെ കയ്യിൽ നിന്നും ഒരു മർച്ചൻ്റ് ഇടനിലക്കാരൻ സാധനം വാങ്ങിയിട്ട് ഇപ്പോൾ 4 കമ്പനികളുണ്ട് തുണിത്തരങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഡച്ചുകാരുണ്ട്, ഫ്രഞ്ചുണ്ട്, പോർച്ചുഗീസുണ്ട്, ബ്രിട്ടീഷുണ്ട്. ബ്രിട്ടീഷുകാരടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ തുണിത്തരങ്ങൾ 150 രൂപയ്ക്കേ തരുള്ളൂ. അപ്പോൾ അയാൾ 150 രൂപ കൂടെ എനിക്ക് വേണ്ടെന്ന് പറയും. വേണ്ടെങ്കിലൊക്കെ വേണ്ട, കാരണം അയാളില്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഡച്ച് ഫ്രഞ്ചുകാരെന്ത് ഇംഗ്ലീഷുകാരെന്ത് ചെയ്യും, 150 രൂപ അവൻ പറഞ്ഞാലും ചില സമയത്ത് അവർ അക്സെപ്റ്റ് ചെയ്യും, വില അവർക്ക് നഷ്ടമാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ നഷ്ടത്തിലെടുക്കുമ്പോൾ അവർ ആവശ്യത്തിൽ കൂടുതൽ സാധനം എടുക്കാൻ പറ്റില്ല, കുറച്ചേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് 500 രൂപ കൊണ്ട് 150 രൂപയ്ക്ക് നമുക്ക് 20 തുണിത്തരങ്ങൾ വാങ്ങിക്കാൻ വെച്ചാൽ നടക്കത്തില്ല അല്ലേ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ഡിമാൻഡിനൊത്തുള്ള സാധനങ്ങൾ സപ്ലൈ എവിടെ എത്തുന്നില്ല, കമ്പനിയിൽ എത്തുന്നില്ല. അപ്പോൾ അത് ഒരു വലിയ പ്രശ്നമായിട്ട് വരികയാണ്. നമുക്ക് however, once the East India Company established political power, it could assert a monopoly right to trade. It produced to develop. അങ്ങനെ വരുന്ന സമയത്ത് ഇനി പറഞ്ഞു വെച്ചാൽ, അപ്പോൾ ഈ പറഞ്ഞ പോലെ കച്ചവടത്തിന് വന്നതിന് ശേഷം പിന്നീട് ഒരു പൊളിറ്റിക്കൽ പവറിലേക്കാണ്, അതായത് അവിടുത്തെ ഭരണ നിർവഹണ കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയും അവിടുത്തെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് പൂർണ്ണമായും അവിടുത്തെ കച്ചവടത്തിൻ്റെ അധികാരം അതിലേക്ക് വരികയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് വരികയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവർ പൊളിറ്റിക്കൽ, അതായത് കച്ചവടത്തിന് വന്നിട്ട് പിന്നീട് പൊളിറ്റിക്കലായിട്ട് പവർ പിടിച്ചെടുക്കും. എന്തിന്, ഈ ഇവിടുത്തെ അവരുടെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി. പ്രൊഡ്യൂസ് ഡെവലപ്ഡ് സിസ്റ്റം ഓഫ് however, once the East India Company established political power, it could assert the monopoly right to trade അല്ലേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ പോയാലൊക്കത്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ അവിടുത്തെ അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. It produced to develop the system of management and control that could eliminate competition, control costs, and ensure regular supplies of cotton and silk goods. That is did through the series of okay. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, അതൊരു പല പല ഘട്ടങ്ങളായിട്ടാണ്. അപ്പോൾ അവർ കണ്ടെത്തിയൊരു സൊല്യൂഷനാണ്, അതായത് നമ്മുടെ ഈ കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ സൊല്യൂഷനാണ് കച്ചവടക്കാരുടെ നിന്നാൽ പറ്റത്തില്ല, നമ്മളിവിടുത്തെ അധികാരം പിടിച്ചെടുക്കാം. അധികാരം പിടിച്ചെടുക്കാൻ ഇപ്പോൾ ഒരു രാജ്യത്തിലെ അധിപൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ അവർ പറയുന്നതായിരിക്കും ന്യായവും നീതിയും ഒക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് അവിടുത്തെ കച്ചവടം പിടിച്ചെടുക്കാൻ പറ്റും. എത്ര രൂപയാണ് വസ്തുവിന് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം പറയും. അപ്പം അവർ പറയുന്ന റേറ്റിന് പിന്നെ ആർക്ക് മെർച്ചൻസിനും അല്ലെങ്കിൽ വീവേഴ്സിനൊക്കെ സാധനം വിൽക്കേണ്ടി വരും. അതിന് പല പല ഘട്ടങ്ങളായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ അവരുടെ മോണോപ്പൊളി അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പവർ അവർ നേടിയെടുക്കും. ഫസ്റ്റ് എന്ന് വെച്ചാൽ ദ കമ്പനി ട്രൈ ടു എലിമിനേറ്റ് ദ എക്സിസ്റ്റിംഗ് ട്രേഡേഴ്സ് ആൻഡ് ബ്രോക്കർ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി അവർ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ നിലവിലുള്ള ട്രേഡേഴ്സിനെ കച്ചവടക്കാരെ എന്ത് ചെയ്യുന്നവർ കച്ചവടക്കാരെയും ബ്രോക്കേഴ്സിൻ്റെ ഇടനിലക്കാരില്ല, അതായത് ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി അതിനെ ക്ലിയർ ചെയ്ത് മറ്റൊരാൾക്ക്, ഇപ്പോൾ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അതിന് ഇടനിലക്കാർ ബ്രോക്കേഴ്സ് അല്ലേ. ബ്രോക്കേഴ്സ് കണക്റ്റഡ് വിത്ത് ദ ക്ലോത്ത് ട്രേഡേഴ്സ് ട്രേഡ് and established a more direct control over the weavers. It appointed a paid servant called the gomasta to supervise weavers, collect supplies and examine the quality of cloth. അതിന് ഫസ്റ്റ് ആയിട്ട് ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഇവർക്കിടയിൽ ഒരു എന്താ പറയുക എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡയറക്റ്റ് കൺട്രോളുകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മർച്ചൻസ് നമ്മൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ക്വാളിറ്റി ഇമ്പോർട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞ് കേൾക്കാറില്ലേ. അതായത് നമ്മളിവിടെ നിന്ന് ഒരു സാധനം കയറ്റുമതി അയക്കുന്ന സമയത്ത് ആ കമ്പനി, ഇപ്പം ഇന്ത്യയിലെ ഒരു തുണിത്തരം നമ്മളൊരു വിദേശ കമ്പനിയിലേക്ക് അയക്കുന്ന സമയത്ത് അവർ എക്സാമിൻ ചെയ്യും. ഇപ്പോൾ റിജക്റ്റഡ് സാധനങ്ങൾ നമ്മൾ ഈ ചില സമയത്ത് 50%, 60% ബ്രാൻഡഡ് സാധനങ്ങൾ വിൽക്കുന്നതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ മൈനർ മിസ്റ്റേക്ക് വരുമ്പോൾ അത് റിജക്റ്റ് ചെയ്യും. അങ്ങനെ റിജക്റ്റ് ആയി വരുന്ന പീസാണ് നമുക്കതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ക്വാളിറ്റി പെർഫെക്റ്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാനും കൃത്യമായ അളവിൽ ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇവരെ എല്ലാവരെയും. ഇങ്ങനെയുള്ള ആൾക്കാരെ വരുന്നു അവർ ഒരു സെർവൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഒരു സൂപ്പർവൈസറായിരിക്കും, സൂപ്പർവൈസ് വീവേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഒരാളെ അവർ അപ്പോയിൻറ്റ് ചെയ്യും, ആ ഒരു കമ്പനി. അവന് പറയുന്ന മറ്റൊരു പേരാണ് ഗൊമസ്താസ് ടു സൂപ്പർവൈസ് വീവേഴ്സ്. അതിന് പറയുന്ന പേരാണ് ഗൊമസ്ത എന്നാണ്. കളർ സപ്ലൈസ് ആൻഡ് എക്സാമിൻ ദ ക്വാളിറ്റി ഓഫ് ദ ക്ലോത്ത്സ്. രണ്ടാമത് അവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ it prevented company weavers from dealing with other buyers. One way of doing this was through the system of adverse.
ഇനി അവർ ചെയ്ത മറ്റൊരു ബുദ്ധിപരമായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നോക്കിയാൽ നമ്മൾ ഒരു സാധനം ഒരു കടയിൽ ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ അവിടെ ചില സമയത്ത് ഒരുപാട് ഡിമാൻഡുള്ള സാധനം, പെട്ടെന്ന് നമ്മൾ തീർന്നു പോകുന്ന സാധനം, ആ സാധനം വാങ്ങാൻ വേണ്ടി സാധനമില്ല. അപ്പോൾ ആ കടക്കാരൻ പറയും നാളെ സാധനം വരുമെന്ന് പറയും. നാളെ നമ്മൾ ചെല്ലുന്ന സമയത്ത് സാധനം തീർന്നു പോയാലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ സാധനത്തിന് വില കൊടുത്ത് ഒരെണ്ണം മാറ്റി വെച്ചിരിക്കാൻ പറയും. അപ്പോൾ നാളെ നമ്മൾ എപ്പോൾ ചെന്നാലും നമുക്ക് ആ സാധനം കിട്ടും. നാളെ ഇനി എത്ര ബയേഴ്സ് വന്ന് ആ സാധനം വേണമെന്ന് പറഞ്ഞാലും, കാരണം ഇതിന് അഡ്വാൻസ് കൊടുത്ത് വെച്ചിരിക്കണം. കച്ചവടക്കാരന് മറ്റൊരാൾക്ക് മറിച്ച് കൊടുക്കാൻ പറ്റില്ല, എത്ര വില കൂടുതലാണെന്ന് പറഞ്ഞാലും ശരി, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും, അയാൾക്ക് ഇത് കിട്ടും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ കമ്പനി ചെയ്ത മറ്റൊരു സ്ട്രാറ്റജി അഡ്വാൻസിങ് എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, ഈ കച്ചവടക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീവേഴ്സിന് എന്ത് ചെയ്യുന്നു, അവർ സാമ്പത്തികമായിട്ട് സഹായിക്കും. ആദ്യമേ കൊടുക്കും, ഇത്ര രൂപ ഇത്ര സാധനം എനിക്ക് വേണം, അതിൻ്റെ കാശ് നിങ്ങൾ ആദ്യമേ പിടിച്ചു, വേറെ ആക്കാൻ കൊടുത്തത്. മനസ്സിലായി? അപ്പം അതാണ് അവരുടെ രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജി അവർ കണ്ടെത്തി, അല്ലേ? വൺ വേ ടു ഡൂയിങ് വിത്ത് വാസ് ദ സിസ്റ്റം ഓഫ് അഡ്വാൻസ്, അല്ലേ? വൺസ് ആൻ ഓർഡർ വാസ് പ്ലേസ്ഡ്, ദ വീവേഴ്സ് വെയർ ഗിവൺ ലോൺ ടു പർച്ചേസ് ദ റോ മെറ്റീരിയൽസ് ആൻഡ് ദ പ്രൊഡക്ഷൻ. ദോസ് ഹൂ ടുക്ക് ലോൺസ് ഹാഡ് ടു ഹാൻഡ് ഓവർ ദ ക്ലോസ് പ്രൊഡക്ഷൻ. അപ്പം ഈ ഗുമസ്താസ് അപ്പം ഇങ്ങനെ ഒരു കാശ് കൈപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൊടുത്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ കാശ് തിരിച്ചു കൊടുക്കും. ഈ കാശ് എന്തായാലും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല വീവേഴ്സിന്, കാരണം ഈ കിട്ടുന്ന കാശ് ആദ്യമേ അവർ കൊടുക്കും. അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന കാശ് എന്ന് പറയുന്നത് അത് ഇവർക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ്, വിത്ത്, വളം, പിന്നെ പണിക്കാരുടെ ശമ്പളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ വീവേഴ്സ് ഇപ്പം നെയ്ത്തുകാർ, ഇപ്പോൾ അത് ഫാർമേഴ്സിൻ്റെ കേസാണെങ്കിൽ ഇവിടെ നെയ്ത്തുകാരുടെ കേസ്, വീവേഴ്സിൻ്റെ കേസാണ് എടുക്കുന്നത്. വീവേഴ്സിന് എന്ത് ചെയ്യണം, ഇവർക്ക് ആവശ്യമായ റോ മെറ്റീരിയൽ, ഈ പറഞ്ഞ നൂല് വാങ്ങണം, കോട്ടൺ വാങ്ങണം, പിന്നെ അതുപോലെ നെയ്ത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ മെഷീൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ വാങ്ങണം, പിന്നെ പണിക്കാരെ നിർത്തണം, അവരുടെ ശമ്പളം, ഇവരുടെ ശമ്പളം, എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് കിട്ടുന്ന കാശ് ചിലവാകും. അപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആകെയുള്ള ഓപ്ഷൻ ഇവർ പറയുന്ന അത്രയും സാധനം ആ ക്വാളിറ്റിയിൽ പറയുന്ന രീതിയിൽ പറയുന്ന സമയത്ത് സപ്ലൈ ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മറ്റൊരു കമ്പനിക്കും കൊടുക്കാനും പറ്റത്തില്ല. അത് രണ്ടാമത്തെ സംഭവം. അപ്പം ആസ് ലോൺ followed in and the demand for fine textile expand, weavers eagerly took the advances, hoping to earn more. Many weavers had small plot and land which had they earlier cultivated along with the weaving, and the produce from this took care of their final family needs. Now they had to lease out the land. എന്നൊക്കെ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ഇവിടെ വേറൊരു കേസ് ഉണ്ടെങ്കിൽ, ലോൺ കൊടുക്കുന്ന സമയത്ത് ചെറിയ പ്ലോട്ട്, നമ്മൾ നേരത്തെ കണ്ടത് ചെറിയ വളരെ ചെറിയ രീതിയിലുള്ള വീവിങ് കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ചെയ്യും. ഇവർ വലിയ ഓർഡേഴ്സ് എടുക്കും, അല്ലേ? നമ്മൾ കാണാറുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഇവർ ഇപ്പം 500 കിലോ സാധനം, അല്ലെങ്കിൽ ഇപ്പോൾ 500 പീസ് തുണിത്തരങ്ങൾ വേണമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള മെഷീനറീസ് വെച്ച് നമുക്ക് മാക്സിമം ഇതെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എന്തായാലും ഈ ഓർഡർ കിട്ടണം. ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര സാധനം കൊടുക്കുകയും വേണം. അപ്പം നമ്മൾ ലീസിനെടുക്കും, പാട്ടത്തിനെടുക്കും. അപ്പോൾ ചില വീവേഴ്സിന് ഇതുപോലെ പാട്ടത്തിനെടുത്തൊക്കെ എന്ത് ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഈ കാശ് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഒരുപാട് ഇപ്പോൾ ഈ ലോൺസ് ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വീവേഴ്സിനും അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അവർ നോക്കുമ്പോൾ അവർ നോക്കുമ്പോൾ അവർ കാശ് തരുമല്ലേ, ആദ്യമേ അവർ അഡ്വാൻസ് ആയിട്ട് കാശ് തരുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാം. കാശിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അത് അവർ വളരെ അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നു, ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് ഇഷ്ടം പോലെ കാശ് വാങ്ങാൻ പോകും. Soon, however, in many weavers' villages where reports of the clashes between the weavers and Gumazas. Earlier, supply merchants had very often lived within the weaving village and had a close relationship with the weavers, looking after their need and helping. Then, the meantime, the crisis. The new Gumazas were outsiders with no long-term social link with the village. They acted arrogantly, marched into the village and with the sepoys and peons and punished weavers for leading delays. അപ്പം ഇവിടെ സംഭവിച്ച മറ്റൊരു വലിയൊരു അപാകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ലോൺസ് കൊടുക്കുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇപ്പോൾ ഒരുപാട് വീവേഴ്സ് എന്ത് ചെയ്യുന്നു, ഇഷ്ടംപോലെ ഗുമസ്താസിന് ഇടനിലക്കാരാണല്ലോ ഇവന്നോ. അപ്പോൾ ഇടനിലക്കാരായിരിക്കും കമ്പനി ഇടനിലക്കാർക്ക് കാശ് കൊടുക്കും. ഇടനിലക്കാർ മീൻസ് കമ്പനി നിയോഗിക്കുന്ന ഒരു ഓഫീസറായിരിക്കും, ഒരു ഇംഗ്ലീഷ് ഓഫീസറായിരിക്കും. അപ്പോൾ അയാളാണ് വീവേഴ്സുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പം അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, കാശ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇവരിൽ നിന്നാണ് കാശ് വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം
ഉടലെടുക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹവർ ഇൻ മെനി വീവിങ് വില്ലേജ്, ഒരുപാട് നെയ്ത്ത് ശാലകൾ, ഗ്രാമങ്ങളിൽ ദേവർ റിപ്പോർട്ട്സ് ഓഫ് ദ ക്ലാഷ് ബിറ്റ്വീൻ ദ വീവേഴ്സ് ആൻഡ് ഗുമസ്താസ്. പല സ്ഥലങ്ങളിൽ വീവേഴ്സും ഗുമസ്താസും, അതായത് എന്താണ് നമ്മൾ കമ്പനി നിയോഗിച്ച അങ്ങനെ ഈ സപ്ലൈയും ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കമ്പനി നിയോഗിച്ച ഈ ഒരു ഗുമസ്താസ്, അല്ലെങ്കിൽ ആ ഒരു ഓഫീസറും വീവേഴ്സും തമ്മിൽ ഒരുപാട് ക്ലാഷ് നടക്കും. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ഇവിടെ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നോക്കി, ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞുകൂടാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ ഇപ്പോൾ കൃഷി, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്തൊരു വ്യക്തിയെ ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തൊരു വ്യക്തിയെ ആ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിയോഗിക്കുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ എന്ത് സംഭവിക്കും? പല മെഡിക്കൽ വിഭാഗങ്ങളെക്കുറിച്ച് യാതൊരു അറിവില്ലാതെ ഇയാൾ എന്ത് ചെയ്യും? അവിടെ ഫെയിലാവും, അല്ലേ? ഡോക്ടറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, നഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, പേഷ്യൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, പിന്നെ അവിടുത്തെ ക്യാഷ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റുള്ള ഇൻട്രാക്ഷൻ, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഗ്രാഹ്യമില്ലാത്ത ഒരാൾ അവിടെ ചെന്ന് സംബന്ധിക്കും. ഇവർ തമ്മിൽ ക്ലാഷ് ആകും. ചിലപ്പോൾ അവർ പറയുന്നത് ഇവർക്ക് മനസ്സിലായി, ഇവരെന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാവത്തില്ല. ഈ ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇയാൾ അംഗീകരിച്ചിട്ടുണ്ടാവില്ല, അറിവില്ലായ്മ ഉണ്ടാകാം. എന്ന് പറഞ്ഞ പോലെ ഇവിടെയും സംഭവിക്കുന്നത് ഇതേ പ്രശ്നം തന്നെയാണ്. ഈ ഗുമസ്താസും വീവേഴ്സും തമ്മിലുണ്ടാകുന്ന ഒരു പ്രശ്നം, ഒരു ക്ലാഷ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഈ ചില സമയത്ത് നമുക്കറിയാം ക്ലൈമറ്റിക് വേരിയേഷൻ കൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടാകാം. ഇപ്പോൾ ലോൺ വാങ്ങിച്ച് നമ്മൾ, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാഷ് വാങ്ങിച്ച്, ക്ലൈമറ്റിക്കില്ല, ചില സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റിക് വേരിയേഷൻ കൊണ്ട് എന്ത് ചെയ്യില്ല, ഈ കോട്ടൺ കിട്ടാനില്ല. കോട്ടൺ കിട്ടിയാലല്ലേ ഈ വീവേഴ്സിന് ഇപ്പോൾ നല്ല നൂലാക്കി ഇതിനെ നെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ക്ലൈമറ്റ് മോശമായി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ പരുത്തിയുടെ ഉൽപ്പാദനം കുറയും. അപ്പോൾ പരുത്തി കിട്ടാനുള്ള ഡിമാൻഡ് കുറയും. പരുത്തി കിട്ടാനുള്ള അഭാവം, അല്ലെങ്കിൽ പരുത്തിയുടെ ലഭ്യത കുറയുന്ന സമയത്ത്, ലഭ്യത കിട്ടാതെ വരുന്ന സമയത്ത് നൂല് നൂൽക്കാനോ അല്ലെങ്കിൽ തുണി ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വീവേഴ്സിന് കൃത്യസമയത്ത് റോ മെറ്റീരിയൽസ് കിട്ടത്തില്ല. അങ്ങനെ റോ മെറ്റീരിയൽസ് കിട്ടാതെ വരുന്ന സമയത്ത് ഇവർക്ക് കൃത്യസമയത്ത് സപ്ലൈ ചെയ്യാനും പറ്റത്തില്ല. ഇവർക്ക് കൃത്യസമയത്ത് സപ്ലൈ ചെയ്താലേ ഗുമസ്താസിന് കൊടുത്ത കാശ് മുതലാവത്തുള്ളൂ. അപ്പോൾ സമയത്ത് സാധനം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ഗുമസ്താസ് എന്ത് ചെയ്യും? ഇവരെ പണിഷ് ചെയ്യാൻ തുടങ്ങും. ചില സ്ഥലങ്ങൾ വളരെ അറഗൻ്റായിട്ടായിരിക്കും. ചിലർ താക്കീതായിട്ടായിരിക്കും, ചിലർ സിപ്പോയിസുമായിട്ട് വന്ന് ഇവരെ ഉപദ്രവിക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് വലിയ പ്രശ്നം. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, ദ ന്യൂ ഗുമസ്താസ് വെയർ ഔട്ട്സൈഡേഴ്സ്. അത് ഗുമസ്താസ് ഇവർ കമ്പനി നിയോഗിക്കുന്ന എന്തായാലും ഇംഗ്ലീഷുകാർ നിയോഗിക്കത്തില്ല, പുറത്തുള്ള വേറെ ആരും നിയോഗിക്കത്തില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഗുമസ്താസ്, അല്ലെങ്കിൽ അവരുടെ കമ്പനിയിൽ നിന്നുള്ളൊരു ഗുമസ്താസിനെ നിയോഗിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ഹു നോ ലോങ് ടേമിൽ സോഷ്യൽ, അപ്പോൾ അവർക്ക് ഈ വില്ലേജുമായിട്ട്, ഇവിടുത്തെ ആൾക്കാരുമായിട്ട് യാതൊരു ഇൻട്രാക്ഷനോ ലിങ്കോ ഒന്നുമില്ല. അപ്പോൾ പൂർണ്ണമായി അപരിചിതരായിരിക്കും. ദേ ആക്റ്റഡ് അറഗൻ്റ്ലി, വളരെ മോശമായിട്ട്, അല്ലേ? മാർച്ച്ഡ് ഇൻ ദി വില്ലേജസ് വിത്ത് സിപ്പോയ്സ് ആൻഡ് പ്യൂൺസ്, അല്ലെ? ആൻഡ് പണിഷ്ഡ് വീവേഴ്സ് ഫോർ ഡിലേയിങ് ഇൻ സപ്ലൈ, ഓഫൺ ബീറ്റിംഗ് ആൻഡ് ഫ്രോഗിങ്. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് തല്ലി, അല്ലെങ്കിൽ ഒരുപാട് ദേഹോപദ്രവം ചെയ്തു, അതായത് അവരെ എന്താണ് വിരട്ടി കാര്യം സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനത്തെ ഒരു അത്രയും ഭയങ്കര മോശമായ ഒരു അവസ്ഥയിലേക്ക് ചില സമയത്ത് എത്തപ്പെടാറുണ്ട്. ദ വീവേഴ്സ് ലോസ്റ്റ് ദ സ്പേസ് ടു ഇതിനെ ബാർഗെയിൻ ഓഫ് പീസ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് അടുത്ത സ്റ്റെപ്പാണ്, അല്ലേ? കാശ് കൊടുത്ത് നമ്മുടെ സാധനമാണ്. അപ്പം ആദ്യമേ കാശ് വന്നില്ലേ, ഇനി എന്തിനാ വീണ്ടും കാശ് വരുന്നു? ബാർഗെയിൻ എന്നുള്ളൊരു സംവിധാനം അവിടെ മാറി. അപ്പോൾ കിട്ടുന്നത് വാങ്ങി ഉള്ളതുപോലെ ജീവിക്കുക, ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് എന്ത് ചെയ്യുന്നു. ഇത് വേറൊരു കാര്യം നമ്മൾ നോക്കാൻ സാധിക്കും. ദ വീവേഴ്സ് ലോസ്റ്റ് ദ സ്പേസ് ടു ബാർഗെയിൻ ഫോർ price and sell the different buyers. The price they received from the company was miserably low, and the loans they had accepted tied them to the company. Okay. In many places in Karnataka and Bengal, weavers destructed villages and migrated setting up loops in other villages where they had some family relations. ഈസിലി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ഇവർക്ക് ബാർഗെയിൻ ചെയ്യാനുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിലപേശി സാധനങ്ങൾ കൊടുക്കാനോ വാങ്ങാനോ പറ്റാത്തൊരവസ്ഥയിലെത്തുന്നു. ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പോലെ അമിതമായിട്ട്, അല്ലെങ്കിൽ വാങ്ങുന്ന കാശിൽ കൂടുതൽ കാശ് ചിലപ്പം
കയ്യിൽ നിന്നിട്ട് ഒരു റോ മെറ്റീരിയൽസ് വാങ്ങേണ്ട സാഹചര്യം വരും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് നഷ്ടം വരും. പിന്നെ നിലവിലുള്ള കമ്പനിക്കാരെയൊക്കെ തുറത്തി ആകെ ഒറ്റ കമ്പനി മാത്രമേ ഇപ്പോൾ നിലവിലുള്ള ഇംഗ്ലീഷ് കമ്പനി മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് വേറെ ഇപ്പോൾ ഒരാൾ വാങ്ങിയില്ലെങ്കിൽ മറ്റൊരാൾ കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള സാഹചര്യമൊക്കെ എത്തുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് സാധനം നൽകാൻ പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ പട്ടാളക്കാർ വരുന്നവർ തല്ലുന്നു. അങ്ങനത്തെ ദുരവസ്ഥയ്ക്ക് സമയത്ത് ഒരുപാട് കർണാടക, ബംഗാൾ ആ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് വീവേഴ്സിൽ നെയ്ത്തുകാർ എന്ത് ചെയ്യുന്നു, അവിടങ്ങൾ ഉപേക്ഷിച്ച് അവരുടെ മറ്റ് ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കമ്പനിയുടെ മേൽക്കോയ്മയില്ലാത്ത അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ലാത്ത അവരുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ അവരുടെ റിലേഷൻസൊക്കെ ഉള്ള ഗ്രാമങ്ങളിലേക്ക് ഒരു എന്ത് ചെയ്യുന്നു, പലായനം ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. Elsewhere, weavers along with the village traders revolted, opposing the company and its officials. Over time, many weavers began to refuse. Okay. Elsewhere, weavers along with the village traders revolted, opposing the company and its officials. Over time, many weavers began refusing loans, closing down the workshops and taking the agricultural labor. അങ്ങനെ വരുന്ന സമയത്ത് പല നെയ്ത്തുകാരിൽ നിന്നും, അതായത് ഇതിൽ നിന്നും അവർക്ക് വലിയ ലാഭമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അവർ കമ്പനിയുമായിട്ട് ഒപ്പോസ് ചെയ്യുന്നു, ഗുമസ്താസുമായിട്ട് വഴക്കിടുന്നു, അവർ തരുന്ന ലോൺസ് വേണ്ടെന്ന് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജോലി ചെയ്തു. ചിലരൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ അവരുടെ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ നെയ്ത്തുശാലകളൊക്കെ അടച്ചിട്ടിട്ട് എന്ത് ചെയ്യുന്നു, അവർ കൃഷിപ്പണിയിലേക്ക് തിരിച്ച് വീണ്ടും ഇറങ്ങി വരുന്നൊരവസ്ഥയില്ലേ. By the turn of the 19th century, cotton weavers faced a new set of problems. അപ്പം 19-ാം നൂറ്റാണ്ടിൽ 17-18 കഴിഞ്ഞതിന് ശേഷം 19-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും മർച്ചൻസ് അല്ലെങ്കിൽ വീവേഴ്സ് എന്ത് ചെയ്യുന്നു, ഒരു പുതിയ കോട്ടൺ വീവേഴ്സ് അല്ലെങ്കിൽ നെയ്ത്തുകാരെന്ത് ചെയ്യുന്നു, ഒരു പുതിയൊരു പ്രശ്നം ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. Okay, merchants comes to India. ഇന്ത്യയിലേക്ക് merchants വരും. In 1772, Henry Perlow, a company official, had ventured to say that the demand for Indian textiles could never reduce, since no other nation produced good of the same quality. Yet by the beginning of the ഈ 19 സമയത്ത് ഈ വീവേഴ്സ് ഇന്ത്യയിൽ ഈ പറഞ്ഞ ഗുമസ്താസ് അല്ലെങ്കിൽ കമ്പനികളുമായിട്ടുള്ള ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ നമ്മുടെ വീവേഴ്സ് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ അടച്ചിടുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അടച്ചിട്ടതിന് ശേഷം ഉള്ളൊരു പ്രശ്നം വെച്ചാൽ എത്രയൊക്കെ നോക്കിയിട്ടും മറ്റ് ഇപ്പോൾ സൈബീരിയ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക മറ്റ് ഇഷ്ടംപോലെ കോളനീസ് ഉണ്ട് ബ്രിട്ടീഷിന്. ആ കോളനികളിലൊക്കെ പരുത്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ കോട്ടൺ വിളയിച്ച് അവിടെ നിന്ന് നെയ്ത്തുശാലകളിൽ നിന്ന് തുണിത്തരങ്ങൾ എടുത്തിട്ടും അവിടെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയതുപോലത്തെ നല്ല ബെസ്റ്റ് അതായത് ടോപ്പ് ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ മറ്റൊരിടത്തും കിട്ടാനില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ തന്നെ അവർ എന്ത് ചെയ്യുന്നു, അത് മതി എന്നുള്ളൊരവസ്ഥയിലേക്കാണ് യൂറോപ്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഹെൻറി പെർലോ പറയുന്നത് അല്ലേ, ഈ കമ്പനി ഒഫീഷ്യൽ ഹെൻറി പെർലോ കമ്പനിയുടെ ഒഫീഷ്യൽ ഒരു കമ്പനിയുടെ പ്രതിനിധിയാണ്. ventured to say that the demand for Indian textiles could never reduce since no other nations produced goods of the same quality. Yet by the beginning of the 19th century, we see the beginning of a long decline of textile export from India. In 1811 to 12, piece good accounted for 33% of the Indian exports by the white Indian. അത് 33%, 1811-12 കാലങ്ങളിൽ 33% സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി, അതായത് ടോട്ടൽ മാർക്കറ്റ് വെറും 3% നിന്നും 50-51 ആയപ്പോഴത്തേക്കും റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 33% നിന്നും 3% പറഞ്ഞു. അപ്പോൾ നമുക്ക് വൈ ഡിഡ് ദിസ് ഹാപ്പൻസ്, ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്, വാട്ട് വെയർ ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ കാര്യകാരണങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ പശ്ചാത്തലങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ആസ് കോട്ടൺ ഇൻഡസ്ട്രി, അത് നമുക്ക് ഒരു പരിധിവരെ നമുക്കറിയാൻ മുമ്പുള്ള കാര്യങ്ങൾ തൊട്ട് മുമ്പ് നമ്മൾ വീവേഴ്സിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവസ്ഥ എന്നുള്ളത്. നോക്കിക്കോ, ഇപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകണം. As cotton industries developed in England, industrial group began to worrying about import from other countries. Okay, അതായത് കോട്ടൺ ഇൻഡസ്ട്രി ഇംഗ്ലണ്ടിൽ കോട്ടൺ ഇൻഡസ്ട്രി ഡെവലപ്പായ സമയത്ത് ഇൻഡസ്ട്രിയലിസ്റ്റ് അതായത് നമ്മൾ ഈ വ്യാവസായിക വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, വറി അബൌട്ട് ഇമ്പോർട്ട് ഫ്രം അതർ കൺട്രീസ്, മറ്റ് കമ്പനിയിൽ നിന്നും സാധനങ്ങൾ
ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ചല്ലേ. മറ്റു കമ്പനി ഇവിടെ സാധനം ഇറക്കിയാലോ, they purchased the government to import then duties of cotton textiles so that the merchants could sell in Britain without facing any competition from outside. At the same time, industrialists persuaded the East India Company to sell British manufactures in Indian market as well. Exports from British cotton goods increased dramatically in the early 19th century. At the end of the 18th century, there had been virtually no import of cotton-based goods into India. By the 1850s, cotton-based goods constituted over 31% of the value of Indian imports, and by the 1870s, this figure was over 50%. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ they persuaded the government to impose import duties on cotton textiles so that much ഈ ഇൻഡസ്ട്രിയൽസ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് പ്രഷർ വരുത്തല്ലേ. ദേ പെർസ്വേഡ് ദ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് അല്ലെങ്കിൽ അവരിൽ പ്രഷർ വരുത്തിയിട്ട് എന്ത് സംബന്ധിച്ചില്ല, ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ ഇറക്കുമതി ചുങ്കം എന്ത് ചെയ്യുന്നു, ഇമ്പോസ് ചെയ്യാൻ തുടങ്ങി. അതേസമയം ഇവരുടെ സാധനങ്ങൾ ഈ ഫ്രീ ആയിട്ട് വിൽക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ സമയത്ത് കോമ്പറ്റീഷൻ വരത്തില്ല. ഇറക്കുമതി ചുങ്കം വരുന്ന സമയത്ത് കോമ്പറ്റീഷൻ വരില്ല. അതുപോലെ തന്നെ ഇവരുടെ ബ്രിട്ടീഷുകാരുടെ സാധനം ഫ്രീ ആയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള ബ്രിട്ടീഷിൽ നിർമ്മിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഇറക്കുമതി സാധനത്തിന് ഇറക്കുമതി ചുങ്കം ഭയങ്കരമായിട്ട് കുറയ്ക്കും അല്ലേ. അതായത് പുറത്തുനിന്നുള്ള കമ്പനിക്ക് ചുങ്കം കൂട്ടുകയും ഇവരുടെ കമ്പനിക്ക് ഇറക്കുമതി ചുങ്കം അല്ലെങ്കിൽ ഇമ്പോർട്ട് ടാക്സ് കുറച്ചും കൊടുത്തിട്ട് വളരെ ഫ്രീ ആയിട്ട് വിത്തൗട്ട് ഫേസിങ് എനി കോമ്പറ്റീഷൻ ഫ്രം ദ ഔട്ട്സൈഡ് അല്ലേ. പുറത്തു നിന്നുള്ള ഒരു വിദേശ ശക്തികളും ഇവരുടെ ഈ ബ്രിട്ടീഷിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് ലണ്ടനിലേക്ക് കടന്നു വരാതെ അവർ നോക്കുകയും ചെയ്തു. അത് ഒരിക്കലും തെളിച്ച് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷിലെ അല്ലെങ്കിൽ ഈ യൂറോപ്പിലെ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ത് ചെയ്യും, അതാത് യൂറോപ്യൻ കൺട്രീസിലെ ഗവൺമെൻറ്റുമായിട്ട് ഒരു ഡീലിലെത്തും. അവരുടെ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ഇറക്കുമതി ഈ ലണ്ടൻ ബേസ്ഡ് അല്ലെങ്കിൽ ഈ യൂറോപ്യൻ ബേസ്ഡ് കമ്പനികൾ അവരവരുടെ രാജ്യങ്ങളിൽ വിറ്റഴിക്കുന്ന സാധനങ്ങൾക്ക് ഇമ്പോർട്ട് ടാക്സ് കുറയ്ക്കുകയും മറ്റ് രാജ്യങ്ങൾ ഇവരുടെ രാജ്യങ്ങളിലേക്ക് സാധനം കയറ്റുമതി ചെയ്ത് അവർ വിറ്റഴിക്കുന്ന സമയത്ത് അതിന് ഇറക്കുമതി അല്ലെങ്കിൽ ഇമ്പോർട്ട് ടാക്സ് കൂട്ടുകയും ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ട് പുറത്തുനിന്നുള്ള രാജ്യങ്ങളിലെ കമ്പനികൾ ഇവരുടെ രാജ്യങ്ങളിലെ കമ്പനിയുമായിട്ടുള്ള കോമ്പറ്റീഷൻ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അതേസമയം യൂറോപ്യൻ കമ്പനീസിലെ ഈ ഇൻഡസ്ട്രീസിനും മറ്റ് ബ്രിട്ടീഷ്യൻസിൻ്റെ കമ്പനികൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാനും പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും അല്ലേ. അറ്റ് ദ സെയിം ടൈം ദ ഇൻഡസ്ട്രീസ് പർസ്യൂഡ് ദ ഇൻഡസ്ട്രീസ് കമ്പനീസ് സെൽ ബ്രിട്ടീഷ് മാനുഫാക്ചേഴ്സ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ് ആസ് വെൽ. അതേസമയം ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് അവർ ഇമ്പോർട്ട് ടാക്സ് കുറയ്ക്കുകയും ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്ത് ഇന്ത്യയിൽ വിൽക്കുന്ന സാധനം അവരെന്ത് ചെയ്യുന്നു, നല്ലപോലെ കാശ് വാങ്ങാൻ തുടങ്ങി അല്ലേ. ഇത് എന്ത് ചെയ്യുന്നു, ഒരേ സമയം എന്ത് ചെയ്യുന്നു, രണ്ട് ലാഭം. അവിടെയും അവർക്ക് എങ്ങനെ നോക്കിയാലും ലാഭമാണ് ഇതിൽ. അറ്റ് ദ എൻഡ് ഓഫ് ദി 19th സെഞ്ച്വറി എന്ത് ചെയ്തു, 1850 എന്ത് ചെയ്യുന്നു, 31% വർധനമുണ്ടായിരുന്ന ആ ഒരു സംഗതി 1870 അല്ലേ. അതായത് വെറും എത്ര 20 വർഷത്തെ ഗ്യാപ്പിൽ 50% മറ്റ് ഏതാണ്ട് 29% ലാഭം എന്ത് ചെയ്യുന്നു അവർ കൊയ്യാൻ തുടങ്ങി അവരുടെ ഈ ഒരു സ്ട്രാറ്റജി മുഖേന. ഓക്കെ, കോട്ടൺ വീവേഴ്സ് ഇൻ ഇന്ത്യ ദസ് ഫേസ്ഡ് 2 പ്രോബ്ലംസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് കോട്ടൺ വീവേഴ്സ് എന്ത് ചെയ്യുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ നോക്കി. ഇവിടെ നിന്നും അവർ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങൾ വളരെ വില കുറച്ചാണ് റോ മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നത്. തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ സാധനം വിൽക്കുന്ന സമയത്തോ വാങ്ങിക്കൊണ്ട് പോകുന്നതിൻ്റെ ഇരട്ടി വിലയ്ക്കാണ് സാധനം വിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലെ നെയ്ത്തുകാർ ചില പ്രശ്നങ്ങൾ ഒരേ സമയം ഫേസ് ചെയ്യേണ്ടി വരികയാണ്. ദെയർ എക്സ്പോർട്ട് മാർക്കറ്റ് കൊളാപ്സ്. എക്സ്പോർട്ട് ചെയ്യുന്നത് ഇവർ കയറ്റുമതി ചെയ്യുന്ന സാധനം എന്ത് ചെയ്യുന്നു, തീരെ വില കുറച്ചാണ് ഇവരെന്ത് ചെയ്യുന്നത് കയറ്റി വിടുന്നത്. 100 രൂപ വാങ്ങേണ്ട സ്ഥാനത്ത് അവർ 25 രൂപയ്ക്കായിരിക്കും എന്ത് ചെയ്യുന്നത് ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഈ വിദേശ ശക്തികൾ ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ആൻഡ് ദ ലോക്കൽ മാർക്കറ്റ് ഷാങ് ബീയിങ് ഗ്ലട്ടഡ് വിത്ത് മർച്ചൻസ് ഇമ്പോർട്ട് അല്ലേ, മാഞ്ചസ്റ്റർ ഇമ്പോർട്ട്. അപ്പം മാഞ്ചസ്റ്റർ ഇമ്പോർട്ട്
കോട്ടൺ വീവേഴ്സ് ഇൻ ഇന്ത്യ ഫേസ് ടു എൻ്റെ കാര്യം ഓക്കെ. ഇപ്പം മാഞ്ചസ്റ്ററിൽ നിന്നും ഇവിടെ നിന്നും കയറ്റുമതി ചെയ്തുകൊണ്ട് പോകുന്ന സാധനങ്ങൾക്ക് വില കുറഞ്ഞ റേറ്റിന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോവുകയും കൂടിയ റേറ്റിന് സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്നു. ഒരു എന്താ പറയുക പ്രൊഡ്യൂസ്ഡ് ബൈ ദ മെഷീൻ. Cotton weavers and faces two types of their export market collapsed and the local market shrank, being cluttered with Manchester imports produced by the machine at lower cost. They imported cotton goods were so cheap that weavers could not easily compete with them. By the 1850s, reports ഫ്രം മോസ്റ്റ് ഓഫ് ദി വീസ്. ഇപ്പോൾ ഇവിടെ നോക്കി ഇപ്പോൾ 80s ശേഷം സംഭവിച്ചാൽ ഇവിടെ നിന്ന് കുറഞ്ഞ റേറ്റിനാണ് റോ മെറ്റീരിയൽസ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. കൊണ്ടുപോയിട്ട് അവിടെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് കമ്പനിയുടെ സഹായത്തോടെ പ്രൊഡ്യൂസ് ചെയ്ത് ബൾക്കായിട്ട് വളരെ ചീപ്പ് റേറ്റിന് ഇവിടെ ഇന്ത്യൻ വീവേഴ്സ് അവർ കൈകൊണ്ട് നെയ്യുന്ന ഒരു ഹാൻഡ് മെയ്ഡ് ഷർട്ട് അല്ലെങ്കിൽ ഈ കൈത്തറി വസ്ത്രങ്ങൾക്ക് അത്യാവശ്യം വില വരും. കാരണം കൈകൊണ്ട് നിർമ്മിക്കുന്നതാണ്, സമയമെടുക്കും, ലേബർ ചാർജ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിന് 50 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ഹാൻഡ് മെയ്ഡ് ഷർട്ട് 50 രൂപയ്ക്കാണ് വീവർ വിൽക്കുന്നത്. അതേ സാധനം അതേ ഡിസൈനിൽ കമ്പനി വിൽക്കുന്ന സാധനം കമ്പനി വിൽക്കുമ്പോൾ 50 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ഹാൻഡ് മെയ്ഡ് ഷർട്ടിന് കമ്പനി അതേ സെയിം സാധനം വിൽക്കുന്ന സമയത്ത് അതിൻ്റെ വില എന്ന് പറയുന്നത് വെറും 10 രൂപയോ 12 രൂപയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? കമ്പനി പ്രൊഡക്റ്റ് വാങ്ങും. കാരണം സാധനം ചീപ്പ് റേറ്റിന് കിട്ടും, വളരെ പെട്ടെന്ന് കിട്ടും, ഒരുപാട് സാധനം സ്റ്റോക്കും ഉണ്ട്. അപ്പം ഇവർക്ക് പെട്ടെന്ന് നമ്മുടെ സാധനം ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. മറ്റത് ഹാൻഡ് മെയ്ഡ് സാധനത്തിൻ്റെ പല പ്രശ്നം ഒന്ന് സമയമെടുക്കും, റേറ്റ് കൂടുതലാണ്, അങ്ങനെയൊക്കെ വിഷയം. അപ്പോൾ ഈ പറഞ്ഞ വീവേഴ്സിന് എന്ത് ചെയ്യുന്നു? കമ്പനിയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അത് വളരെ വലിയൊരു പ്രശ്നമാണ് അവർക്ക്. By the 1850s, report from the most weaving regions of India okay. By the 1850s, report from most weaving region of India narrated stories of decline of the dissolution. ഒരുപാട് 1950 ഒരുപാട് ഈ പറഞ്ഞ പോലെ കച്ചവടത്തിന് മേലുള്ള ഒരുപാട് നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് വീവേഴ്സിൻ്റെ അതപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാണേണ്ടി വന്നു. By the 1860s, weavers faced a new problem. They could not get sufficient supply from raw cotton of good quality. When the American Civil War broke out and cotton supplies from the US were cut off. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് അങ്ങനെ സമയത്ത് 1850s ഈ പറഞ്ഞ പോലെ അമേരിക്കൻ വാർ അമേരിക്കൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഇവർ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക, ഇതുപോലെ തന്നെ പല റഷ്യ, ചൈന ഭാഗങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് കൂടുതൽ മേന്മയുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമേരിക്കയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അമേരിക്കയുമായിട്ടുള്ള ബ്രിട്ടീഷ് കമ്പനിയുടെ കച്ചവടം കട്ടായി. അപ്പോൾ അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന അത്രയും അളവിലുള്ള സാധനം എവിടെ നിന്ന് വാങ്ങാൻ തുടങ്ങി? ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സമയത്ത് സാധനം കിട്ടാൻ പറ്റുന്നത് ആസ് raw cotton export from India increased, the price of the raw cotton shot up. Weavers in India were starved of supplies and forced to buy raw cotton at an exorbitant price. In this situation, weaving could not pay. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ സാധനം കൂടുതൽ കയറ്റുമതി അല്ലെങ്കിൽ കോട്ടൺ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ സമയത്ത് സാധനം കിട്ടാൻ ഭയങ്കര ഷോർട്ടേജാണ്. അപ്പം നമുക്കറിയാം കമ്പനി എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നും റോ മെറ്റീരിയൽസ് ഭയങ്കരമായിട്ട് മുമ്പ് വാങ്ങിക്കൊണ്ടതിനേക്കാളും ഇരട്ടി സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് കോട്ടൻ്റെ സപ്ലൈ ഭയങ്കരമായിട്ട് ഇവർ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് മറ്റ് വീവേഴ്സിന് സാധനം കിട്ടാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ സാധനം കിട്ടണമെങ്കിൽ അമിതമായിട്ട് കാശ് കൊടുക്കുന്നുണ്ട് അവസ്ഥ. അങ്ങനെ വന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് എക്കണോമിക്കലി എന്ത് ചെയ്യുന്നു? പോറാവുകയാണ്. Then by the end of the 19th century, weavers and other craft people faced yet another problem. Factories in India began to produce flooding the market with machine goods. How could this? ഇതിന് ശേഷം മറ്റൊരു പ്രശ്നം വരുന്നുണ്ട്.
ഓക്കെ. ഇതിന് ശേഷം ബൈ ദ എൻഡ് ഓഫ് 19ാം നൂറ്റാണ്ടിലെ അവസാന ഭാഗമായപ്പോൾ വീവേഴ്സും മറ്റ് ക്രാഫ്റ്റ് പീപ്പിൾസ് മറ്റ് ഈ പറഞ്ഞ ഇരുമ്പ് പണിക്കാരാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാത്രം നിർമ്മിക്കുന്നത്, അങ്ങനെ പല നിർമ്മാണ മേഖല ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു, കമ്പനി നിന്നും മറ്റൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നത്. ഫാക്ടറീസ് ഇൻ ഇന്ത്യ began to production flooding the market with machine goods. അപ്പോൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ കൂടുതലും ഈ മൺവെട്ടി, പിക്കാസ് അല്ലെങ്കിൽ ഇപ്പോൾ ആയുധങ്ങളൊക്കെ കൈകൊണ്ട് നിർമ്മിക്കുന്ന സാധനമായിരിക്കും അല്ലേ, എന്തിന് ക്രാഫ്റ്റ് പീപ്പിൾസ് ആയിരിക്കും. അപ്പം മെഷീൻസ് വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇതിനേക്കാളും കുറച്ചും കൂടെ പെട്ടെന്ന് അത് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുവരെ നടന്നു വന്ന എല്ലാ ക്രാഫ്റ്റ് വർക്കിനെയും ഓവർകം ചെയ്തുകൊണ്ട് കമ്പനികൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുകയും അവരുടെ സാധനങ്ങൾ ഇന്ത്യയിലെ മാർക്കറ്റിൽ മൊത്തവും വിറ്റഴിക്കാൻ വേണ്ടി നിറച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്ന് മറ്റ് വിഭാഗത്തിലുള്ള, അതായത് മറ്റ് ഇന്ത്യയിലുള്ള ഓൾറെഡി ഉണ്ടായിരുന്ന പഴയകാല അല്ലെങ്കിൽ മുമ്പേ ഉണ്ടായിരുന്ന കച്ചവടക്കാർക്ക് അത് വളരെ വലിയൊരു അടിയാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് ഇതിലുള്ളത്. ഇനി അടുത്ത ഫാക്ടറീസ് കമപ്പാണ്. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം.